വർഷം ആദ്യ 3 മാസത്തിൽ സംസ്ഥാനത്ത് വിദേശ സഞ്ചാരികളുടെ എണ്ണം ഏറ്റവും അധികം വർദ്ധിച്ച ജില്ല ഇടുക്കിയാണെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിന്റെയും ഫോട്ടോ ഫ്രെയിമുകളുടെയും ഉദ്ഘാടനം ഓൺലൈനിലായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാകുന്ന ഘട്ടമാണിത്. കോവിഡിന് ശേഷം ഈ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഈ വർഷത്തെ ആദ്യ 3 മാസം മാത്രം 9,84,645 ആഭ്യന്തര സഞ്ചാരികളാണ് എത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4% വർധനവാണ് ഉണ്ടായത്. ഇടുക്കി എല്ലാ നിലയിലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുടിയേറ്റ കർഷകരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പദ്ധതിയാണ് മൈഗ്രേഷൻ മോണ്യുമെന്റ്സ് ടൂറിസം വില്ലേജ്. ശില്പങ്ങളുടെയും ഇൻസ്റ്റലേഷനുകളുടെയും സഹായത്തോടെ ഈ ചരിത്രം വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. 3 കോടി രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സഞ്ചാരികൾക്കൊപ്പം ചരിത്രാന്വേഷകർക്കും ഈ പദ്ധതി ഏറെ ഗുണകരമാണ്. ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇടുക്കി എല്ലാ നിലയിലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്ത് വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിന്റെ വർധനവിനേക്കാൾ എത്രയോ മുന്നിൽ ഇടുക്കി ജില്ല വർധനമുണ്ടാക്കിയെന്നുള്ളത്. ഇടുക്കിയുടെ കുടിയേറ്റത്തിന്റെ ചരിത്രം കേരളത്തിലെ സാമൂഹിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിയേറ്റ കർഷകർ വിയർപ്പൊഴുക്കി പരുവപ്പെടുത്തിയെടുത്തതാണ് ഇന്നത്തെ ഇടുക്കി. അമരാവതി ഉൾപ്പെടെയുള്ള ഒട്ടനവധി പോരാട്ടങ്ങൾ ഇടുക്കിയുടെ സാമൂഹിക ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്നു. അത്തരത്തിൽ ഇടുക്കിയുടെ കുടിയേറ്റ കർഷകരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പദ്ധതിയാണ് മൈഗ്രേഷൻ മോണുമെന്റ്സ് ടൂറിസം വില്ലേജ്. നമ്മുടെ നാടിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടിയേറ്റ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചന്ദ്രൻ നാക്കുന്നേൽ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ CV വർഗീസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ടൂറിസം വകുപ്പ് DD ഷൈൻ KS, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.